യുദ്ധമെങ്കിൽ യുദ്ധം, ഞങ്ങൾ ആണവശക്തിയാണെന്ന് മറക്കരുത്. ഭീഷണി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റേതാണ്. എങ്ങനെ കാണുന്നു സാർ ഈ ഭീഷണിയെ? ഈ വെടിക്കെട്ടുകാരൻ്റെ അടുക്കലാണോ കൊണ്ടുവന്നു ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നത്? പാകിസ്ഥാൻ്റെ കുറേ തീവ്രവാദ സംഘടനകളും തീവ്രവാദികളും ഉണ്ടെന്ന് വിചാരിച്ച് ലോകം കത്തിക്കരിയും. ഇപ്പോൾ അവർ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുകയല്ല ചെയ്യുന്നത്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം നമുക്ക് പിന്തുണയുമായിട്ട് നിൽക്കുക, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. പഴയ ഇന്ത്യ അല്ലല്ലോ ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ നടുനായകത്വം വഹിച്ചു നിൽക്കുന്ന ഒന്നാണ് ഇന്ത്യ. സമ്പദ്ഘടനയിൽ 5ാമത്തെ സ്ഥാനമാണ്, 4ലേക്ക് എത്താറാകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിൻബലമുണ്ട്. ട്രംപ് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയുമായിട്ടാണ്. പോരെ? ഇത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? കാശ്മീർ വിഷയത്തിൽ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യ എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളതാണ്. ഇസ്രായേലിൻ്റെ പിന്തുണയില്ലേ? യൂറോപ്പിന്റെ മുഴുവൻ പിന്തുണയുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം യു എൻ അടക്കം ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് നിലപാടെടുത്തിരിക്കുന്നത്. ആകെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരേ ഒരു രാഷ്ട്രം, ഒരേ ഒരു ശബ്ദം കേട്ടത് തുർക്കിയിൽ നിന്നാണ്. അതായത് എർദോഗൻ എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഭരണാധികാരി മാത്രമാണ് പാകിസ്ഥാനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. വേറെ ആരും അനുകൂലിച്ചിട്ടില്ല. പാക് വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ തീവ്രവാദികളെ 30 വർഷമായിട്ട് കൊണ്ടു നടക്കുകയാണ്, വളർത്തുകയാണ്. പലർക്കും വേണ്ടി ഞങ്ങൾ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള ഒരു ചതിയിൽ ഞങ്ങൾ പെട്ടുപോയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതൊട്ട് കൈ ഒഴിയാനും വയ്യ, അവർ തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പം സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഇന്ത്യ അങ്ങോട്ട് കയറി ഒറ്റയടിക്ക് അങ്ങ് തകർക്ക് ആ തരത്തിലുള്ള രീതിയിൽ പോകത്തില്ല. ഇന്ത്യയുടെ ശൈലിയല്ല. അല്ല, അവിടെ ചെയ്യാൻ പോകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് എടുത്തത്. ഈ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് അത് വളരെ അത് നടുങ്ങിപ്പോയി. അത് വന്നപ്പോഴാണ് ഉടനെ അവർ ഇത് യുദ്ധസമാനമാണ് എന്നും അതിനെ പിന്താങ്ങിക്കൊണ്ട് ഇവിടുത്തെ ചില വിദ്വാൻമാരും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. അതുമൊക്കെ മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള രീതിയിൽ ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കുടിവെള്ളം പോലും ഈ വെള്ളമിറങ്ങാതെ ഇവൻ തൊലഞ്ഞു പോകത്തേ ഉള്ളെന്ന് പറയാറില്ലേ പഴയ ആൾക്കാർ, ശപിക്കത്തില്ലയോ? അങ്ങനെ വെള്ളമിറക്കാതെ ഇവരെ മുഴുവൻ തൊലയ്ക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, 6 പതിറ്റാണ്ടിലേറെ ആയില്ലേ ഈ കരാറ് ഉണ്ടാക്കി വെച്ചിട്ട്? 1960-ലാണ് നെഹ്റുവിന്റെ കാലത്താണ് അതെ ഇത് തുടങ്ങുന്നത്. അതിനുശേഷം 3 യുദ്ധം, ഇടവിട്ടുള്ള ഭീകരാക്രമണങ്ങൾ, ആവർത്തിച്ചുള്ള സൈനിക ഏറ്റുമുട്ടൽ. അപ്പോഴൊക്കെ ഒന്നും ഈ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുക, അതെ, ഭീകരരെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുക, നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് പാകിസ്ഥാന്റെ സ്ഥിരം നിഴൽ യുദ്ധമാണ് നടത്തുന്നത്. അപ്പോഴൊന്നും ഈ കരാറിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ലല്ലോ. ഇല്ല, ഈ കരാർ തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കരാർ മരവിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയത്. ഇതുണ്ടാക്കുന്ന ദൂരവ്യാപക ഫലം എന്തായിരിക്കും? ഇപ്പോഴത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീരൊഴുക്ക് നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ അത് വലിയ രീതിയിൽ തന്നെ പ്രതിഫലിക്കും. കരാർ ഉള്ളപ്പോൾ പോലും അവിടെ വരൾച്ചക്കാലത്ത് ആവശ്യത്തിന് വെള്ളമില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് കംപ്ലീറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്താലുള്ള സ്ഥിതി എന്തായിരിക്കും? 2, സിന്ധു നദീജലം പാകിസ്ഥാന്റെ ജീവനാഡിയാണ്. ജലവൈദ്യുത പദ്ധതികളുടെ 3-1 ഈ നദീജലത്തെയാണ് ആശ്രയിക്കുന്നത്. അതിന് ഇളക്കം തട്ടുമ്പോൾ ഭക്ഷ്യസുരക്ഷ, സാമ്പത്തിക അസ്ഥിരത തുടങ്ങിയവ വെല്ലുവിളികളാകും. അല്ലെങ്കിലോ പട്ടിണിയായിട്ട് കൂനിന്മേൽ കുരു, ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു പറയുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. 3, സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞു വെച്ച് ഒറ്റയടിക്ക് ജലബോംബായി തുറന്നു വിടുമോ എന്ന ആശങ്കയും പാകിസ്ഥാനികൾക്കുണ്ട്.
മുമ്പൊരു പ്രളയം പാകിസ്ഥാനിലുണ്ടായിരുന്നു. ആ പ്രളയത്തിന് ശേഷമാണ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ തകർന്നടിയാൻ തുടങ്ങിയത്. പെട്രോളിന് തീ വില, നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ വിലയായി, ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയും കൂടെ അങ്ങോട്ട് തുറന്നു വിട്ടുകൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യയുടെ അണക്കെട്ടുകൾ പാക് അതിർത്തിയിൽ നിന്ന് അകലെയാണെന്നതിനാൽ ജലബോംബിങ് ഇന്ത്യക്കും അല്പം പ്രശ്നം ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ്. 4, കരാർ പ്രകാരം ജലത്തിൻ്റെ തോത് ഒഴുക്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറണം. കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇത് നിലയ്ക്കും. ജലസേചനത്തെയും കുടിവെള്ള ജലവൈദ്യുത പദ്ധതികളുടെയും ഡേറ്റയുടെ അഭാവം പ്രതികൂലമായി ബാധിക്കാം. എന്നാൽ ഇപ്പോൾ തന്നെ ഇന്ത്യ വളരെ കുറച്ച് ഡേറ്റ മാത്രമാണ് ഉള്ളതെന്നും പ്രശ്നമാകില്ലെന്നുമാണ് പാകിസ്ഥാൻ്റെ വാദം. അപ്പോൾ എന്തായാലും ഇത് വലിയ പ്രശ്നം ഇവർക്ക് ഉണ്ടാക്കും എന്നുള്ള ഉറപ്പാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ കരാറാണ്, ഈ നദീജല കരാറാണ്. അത് ഈ നദീജലം വേണ്ടത്ര അളവിൽ കിട്ടാതെ പാകിസ്ഥാൻ നശിച്ച് നാറാണക്കല്ല് പിടിക്കും എന്നുള്ള ഒരു ബോധ്യമാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ് ഈ പാകിസ്ഥാനെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ആണവ ശക്തിയാണ്, ഞങ്ങൾ അതാണ് ഇതാണ് എന്നൊക്കെ പറയിക്കുന്നത് എന്നാണ് ചുരുക്കം, അല്ലേ? ഇപ്പൊ ഇവർ പറയുന്നത് കണ്ടില്ലേ, ഇപ്പൊ 3 പതിറ്റാണ്ട് വൃത്തികെട്ട പണി ചെയ്തു, ഇതറിയാമല്ലോ. അതെ, 3 പതിറ്റാണ്ട് അവരോട് ഇത് ചെയ്യാൻ. അതെ, 3 പതിറ്റാണ്ട് ഭീകരർക്ക് നൽകുന്ന പിന്തുണയും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതെ അതെ, പിന്തുണ മാത്രമല്ല, ഇവർ വളർത്തുകയല്ലേ, ചോറും ചൊല്ലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മണ്ണ് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇടം കൂടിയാണ്. ഇവർ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയത് ഓൺലൈൻ വഴിയൊക്കെയാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും പുതിയ സംവിധാനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇന്ത്യയെ മാത്രം നേരിടാൻ വേണ്ടിയല്ല, ലോകത്ത് എവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, ഭീകരാക്രമണം നടക്കുന്നുണ്ടോ, അതിൻ്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാൻ്റെ കരം ഉണ്ടെന്നുള്ളത് പകല് പോലെ സത്യമാണ് എല്ലായിടങ്ങളിലും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് 3 പതിറ്റാണ്ട് ഈ വൃത്തികെട്ട പണി ചെയ്തു എന്നുള്ളത്. പലയിടത്തിൻ്റെയും കാര്യങ്ങളിൽ വൃത്തികെട്ട പണിയാണെന്ന് അവർക്ക് തന്നെ അറിയാം. ഇപ്പം സെപ്റ്റംബർ 11 അമേരിക്കയിലെ നടന്ന അതിനും പാകിസ്ഥാന് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു എന്നവർ പറയുന്നുണ്ട്. പങ്കാളികളായിരുന്നല്ലോ അതിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള. അപ്പോൾ എന്തായാലും ഈ ഒരു യുദ്ധ സന്നദ്ധമെന്ന് പറയുമ്പോൾ ഇന്ത്യ എന്തായാലും തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അവിടെ കാശ്മീരിലുള്ള ആശുപത്രികളൊക്കെ സജ്ജമായിരിക്കാനായിട്ട് സർക്കുലർ കൊടുത്തിരിക്കുകയാണ്. ആവശ്യത്തിന് മരുന്ന് തയ്യാറെടുത്ത് നിൽക്കണം, ആശുപത്രി റെഡിയായിരിക്കണം എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതെന്തായാലും എനിക്ക് തോന്നുന്നു ഈ കുറേ അവന്മാരുടെ തലയെടുക്കും ഇന്ത്യ. രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് അതല്ലാതെ മുന്നോട്ട് പോകാനാവില്ല. ഈ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നതിനുപരിയായിട്ട് ഇവരുടെ തല എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഭീകരന്മാരുടെ ഇവിടെ അറ്റാക്ക് നടത്തിയവരുടെ വീടുകൾ കയറി നിലം പരിശാക്കി. പക്ഷെ ആ വീട്ടുകാർ പറയുന്നത് അവരെഴുതി തള്ളിയിരിക്കുകയാണ്. ഈ ആദിൽ ഹുസൈൻ എന്ന് പറയുന്നവൻ വീട് വിട്ട് പോയിട്ട് 8 കൊല്ലമായെന്നാണ് പറയുന്നത്. പഠിപ്പുണ്ട്, ജോലി അന്വേഷിച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് പോയത്. ഇവനോട് അന്നേ ഇവരൊക്കെ വീട്ടുകാർ പറഞ്ഞതാണ് വിദേശങ്ങളിലൊക്കെ പോകുക തന്നെ, അല്ലേ, ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പോകും, അസാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവൻ പോയത് ലഷ്കർ ഇ തോയ്ബയുടെ ക്യാമ്പിലേക്ക്. അവിടുത്തെ ഇവർ പറയുന്നത്, ഉമ്മമാർ പറയുന്നത്, ഇവരെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കഴുമരം ഏറ്റണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരെ ജീവനോടെ കൊണ്ടുവന്നിട്ട് വേണ്ട തരത്തിലുള്ള ശിക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. ഈ തല എന്നിട്ട് വേണം ഇവരുടെ തല എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും യുദ്ധത്തിന് തയ്യാറെന്ന് പറയുമ്പോഴും ഒരു യുദ്ധം നമ്മളിപ്പോൾ വിജയിക്കുന്നു എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന ക്ഷീണം വളരെ വലുതാണ്. നമ്മുടെ സമ്പദ്ഘടനയൊക്കെ ബാധിക്കുന്ന കാര്യം. വലിയ തോതിൽ ഒരു സാമ്പത്തിക ശക്തിയാകാനായിട്ട് വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യുദ്ധം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അത് വലിയ നമ്മളിപ്പം മഹാഭാരത കഥയിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പാണ്ഡവരുടെ വിജയത്തിൽ കലാശിക്കുമ്പോഴും അവിടെയും നഷ്ടങ്ങളുടെ കണക്കുകൾ ധാരാളമുണ്ട്, ജയപരാജയങ്ങളുടെ കണക്കുകൾ ധാരാളമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെ നഷ്ടമില്ല എന്നല്ല.
അപ്പോൾ ഇന്ത്യക്കും അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചില സമ്പദ് വ്യവസ്ഥയിലും ഒക്കെ ചില നമുക്ക് മാറ്റങ്ങൾ ദോഷമായിട്ട് വരാം. അതെ. ഭവിക്കും. യുദ്ധം നമുക്ക് ഒഴിവാകണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ ഇനി ഇതുപോലുള്ള നിർബന്ധിച്ചാൽ വേറെ വഴിയില്ല. ഭീകരപ്രവർത്തനവുമായിട്ട് ഇന്ത്യയിലേക്ക് കാലുകുത്താൻ ഇടവരാത്ത രീതിയിൽ ഇത് അവസാനിപ്പിക്കുകയും വേണമെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.